ആ റാപ്പ് വേറെ ഒന്നുമല്ല, കത്തി റോളാണ് ചെയ്യാൻ പോണേ. ബേസിക്കലി ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ്. ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്നാ പറയുക, ആ തെരുവിൽ നിന്ന് കഴിക്കുമ്പോഴത്തേന് ഏറ്റവും കൂടുതൽ രുചി എന്ന് പറയും. പക്ഷേ എന്നാ ഹൈജീനൊക്കെ നോക്കുവാന്നേൽ അപ്പനും അമ്മയും ഒക്കെ നമ്മൾ എപ്പോഴും വഴക്കൂറ, എന്നെ താടി റോട്ടിൽ നിന്നുകൊണ്ടാണോ കഴിക്കുന്നത്, ഈ പൊടിയെല്ലാം പിടിച്ചേച്ചല്ല എടുത്ത് കഴിക്കുന്നതെന്ന് ചോദിക്കും. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഒരു പ്രത്യേകം, അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ ചിലപ്പോൾ അത്രയും ഒക്കുകയില്ല. പക്ഷെ എന്നാലും നമ്മുടെ എല്ലാ മനുഷ്യർക്കും കൊതി എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളിടത്തോളം കാലം നമ്മൾ വീട്ടിൽ ശ്രമിക്കാതിരിക്കുകയില്ല. ഇന്ന് വേണ്ടിയ കാര്യങ്ങളെല്ലാം എന്ന് വെച്ചാൽ നോക്കിക്കോ, കുറച്ച് പനീർ, പിന്നെ വേണ്ടിയത് കുറച്ച് തൈര്, ഇഞ്ചി വെളുത്തുള്ളിയുടെയും പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇച്ചിരി ജീരകം, ഗരം മസാല, കുറച്ച് ആംചൂർ പൗഡർ. ഇത് ഈ ഡ്രൈ മാംഗോ പൗഡറാണ്. എന്ന് വെച്ചാൽ ഈ മാങ്ങ ഉണക്കി പൊടിച്ച് അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടി 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അയ്മോദകം വേണം, അതിൻ്റെ കൂടെ ചാറ്റ് മസാലയും വേണം. ഇത് രണ്ടും ചിലപ്പം നമ്മൾ മലയാളികൾക്ക് ഇഷ്ടപ്പെടുകയില്ല. നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരണമെങ്കിൽ ഇതൊക്കെ നല്ലതായിട്ട് ചേർക്കണം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. ഇത് കുറച്ച് ജീരകപ്പൊടിയാണ്. ഇത് എന്നാത്തിനാണ്, ഇപ്പം ജീരകവും ജീരകപ്പൊടിയും കൂടെ എന്നാത്തിനാന്ന് ചോദിച്ചാൽ രണ്ടും വേണം എന്നല്ല ഞാൻ പറയുന്നത്. ജീരകപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല മണം വരും ജീരകത്തെക്കാട്ടിലും. ചിലർക്ക് ജീരകം തന്നെ ഇടാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ചിലപ്പോൾ ജീരകം മാത്രം ഇട്ടേച്ചാൽ മതി. ഇതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളേ. പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി മുളക് പൊടിയാണ് നല്ലേ. പിന്നെ ഒരു ഇച്ചിരി നാരങ്ങ നീര്, ഉപ്പ്. ഇത് ഇത്രയും നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ളതാണ്. പനീർ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനമാണ്, പനീറിനകത്ത് പുരട്ടി വെക്കാനുള്ള. ഇനി എന്നാന്ന് വെച്ചാൽ ഒരു സാലഡ് ഉണ്ടാക്കണം, അത് അതിൻ്റെ മേളിൽ വെക്കാനുള്ളതാണ്. അതിനെന്നാക്കിയാണ് വേണ്ടതെന്ന് വെച്ചാൽ ക്യാബേജ് അരിഞ്ഞത്, കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ഇച്ചിരി ഉള്ളി, പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, അതിടാം. പുതിന ഇഷ്ടമാകുന്നതിൽ അങ്ങനെയും ചെയ്യാം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയേ. ഫസ്റ്റ് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പനീർ ഒന്ന് കുഴച്ച് വയ്ക്കണം. അതിന് എടുക്കേണ്ട സാധനം എന്നാന്നോ, മഞ്ഞപ്പൊടിയെന്ന് തുടങ്ങാം. ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. ഇതിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, എന്നാന്ന് വെച്ചാൽ ആ പനീറയിലൊന്ന് പെരണ്ടിരുന്നേച്ചാൽ മതി. നമ്മൾ എന്തോരം പനീറാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ കണക്കിന് ഉള്ള പൊടി എടുത്തേച്ചാൽ മതി. അതായത് ഇതിനകത്ത് സ്പൂൺ കണക്കൊന്നും പറഞ്ഞാൽ ശരിയാകുകയില്ല. ഗരം മസാല, കുറച്ച് ആംചൂർ പൗഡറാണ്. ജീരകം ഞാൻ ഇടുന്നില്ല, ജീരകപ്പൊടിയാണ് ഇടാൻ പോകുന്നത്. അതുകൊണ്ട് എന്നാന്നറിയോ, ഇച്ചിരി മണം നല്ലതായിട്ട് വരും. പിന്നെ കുറച്ച് മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. ഇതിനകത്ത് എടുക്കുന്ന തൈര് കുറച്ച് കട്ടിയുള്ള കട്ട തൈരായിരിക്കണേ. എന്നാന്നോ, നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞേച്ച് തോർത്തെ കെട്ടിയിട്ടേച്ചാൽ മതി. അന്നേരം അതിൻ്റെ വെള്ളം എല്ലാം ഊറിപ്പോയിച്ച് നല്ല ഹങ് കേടായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ചേർക്കുക. അത് ചെയ്യാൻ ഒത്തില്ല എന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഈ പറഞ്ഞ പോലെ വെള്ളമില്ലാത്ത ആ ഭാഗം മാത്രം, ഇങ്ങനെ കട്ടിയായിട്ട് വരുന്ന തൈരിൻ്റെ ഭാഗമില്ലേ, അത് മാത്രം ഒഴിച്ചേച്ചാൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി നാരങ്ങ നീര്. പക്ഷെ തൈര് ഇച്ചിരി പുളിയായിരിക്കും, അപ്പോൾ ഒത്തിരി പുളി അങ്ങ് വേണ്ട. ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്തുണ്ടല്ലോ ഇച്ചിരി അയ്മോദകവും ഒക്കെ ഇടുവാന്നേൽ, ചാട്ട് മസാലയും കൂടി ഇടുവാന്നേൽ കുറച്ചുകൂടെ നല്ലൊരു മണവും, നമ്മൾ വറക്കുമ്പോഴത്തേക്കൊക്കെ നല്ലൊരു മണം കിട്ടും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇടണ്ട, കുഴപ്പമൊന്നുമില്ല. പനീർ ഒന്നെങ്കിൽ ഇങ്ങനെ ക്യൂബായിട്ട് മുറിച്ച് വെച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ നീളത്തിൽ മുറിക്കാം, എങ്ങനെ ആയാലും. ഇത് മാരിനേറ്റ് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് ആ സാലഡും കൂടെ പ്രിപ്പയർ ചെയ്യാം. ഇതിനകത്തോട്ട് ഇച്ചിരി ക്യാബേജ്, കുറച്ച് ക്യാപ്സിക്കം, ഇച്ചിരി ക്യാരറ്റ്, ഇച്ചിരി ഉള്ളി, ഒരു ഇച്ചിരി പച്ചമുളക്, മല്ലിയില,
ഇച്ചിരി നാരങ്ങാ നീരും ഉപ്പും. ഇതും കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ പനീർ ഉണ്ടാക്കാം. ഇനി എന്നാ ചെയ്യേണ്ടത്, ഇതിന് ശരിക്കും ഒന്നെങ്കിൽ മൈദ ചപ്പാത്തി ചെയ്യാം, ടോർട്ടിലാസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ ആട്ട ചപ്പാത്തി മതി. അതിനും നേരെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഹാഫ് കുക്ക് ചപ്പാത്തി മേടിക്കുക, അതിനകത്തോട്ട് ഉണ്ടാക്കുക. കാര്യം മൈദ പറയാത്ത എന്നാന്ന് വെച്ചാൽ മൈദയിലാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പക്ഷേ ആട്ട കുറച്ച് എല്ലാവരും പറയുന്നത് ഹെൽത്തി ആണെന്ന്, ഗോതമ്പ് ഏറ്റവും നല്ലതെന്ന് പറയും. അത് മതി. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നാ ചെയ്യാം, പനീർ ഒന്ന് വറുത്തെടുക്കുക. ഇത് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് അതിനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു 5 മിനിറ്റ് എടുക്കുന്നുള്ളൂ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ, നമ്മുടെ എണ്ണ ചൂടായി. ആ ഒരു സമയം കൊണ്ട് ഒരു ഇച്ചിരി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു. എന്നാന്ന് വെച്ചാൽ ഇനി സമയം പോകാൻ നമുക്ക് നേരമില്ല. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ, ഒരു ഷാലോ ഫ്രൈ മതി എന്നുണ്ടെങ്കിൽ അത് ചെയ്തേച്ചാൽ മതി. അതല്ല ഒരു ഡീപ്പ് ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. കാര്യം ഞാൻ എപ്പോഴും പറയുമല്ലേ, നമ്മുടെ വീട്ടിൽ ആരൊക്കെയോ ഉണ്ടോ അവരെല്ലാവരും നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നതിനോടാണ് എനിക്ക് സന്തോഷം. ഇപ്പോൾ ഡീപ്പ് ഫ്രൈ ആയാൽ ആർക്കാ കഴിക്കാൻ മേലെന്നറിയാമല്ലോ, പ്രായമുള്ളവർക്കൊന്നും തിന്നാൻ ഒക്കുകയില്ല. അതുകൊണ്ട് മാക്സിമം എന്നാൽ അരപ്പെല്ലാം വേവുകയും വേണം, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കുകയും വേണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വറുത്തെടുത്താൽ മതിയേ. ഇതിവിടെ ഒരു ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇപ്പോഴത്തെ ചപ്പാത്തി ഉണ്ടാക്കാം. ഇനി ഇതെന്നാണെന്നറിയോ, ഈ എണ്ണയെ കിടന്ന് മുരിയുന്നത് മാത്രം മതി. അതായത് ചുരുക്കം പറഞ്ഞാൽ ഞാൻ തീ അങ്ങോട്ട് ഓഫ് ചെയ്യാൻ പോവാം. എന്നാൽ നമ്മുടെ ആ അരപ്പ് മുഴുവൻ 4 സൈഡുണ്ട് പനീറിൻ്റെ, അതെല്ലാം മുരിയേം വേണം. പക്ഷെ പനീറിനൊന്നും ആ ഒരു അരപ്പിൻ്റെ ഒരു പച്ചച്ചോവ വരാൻ പാടില്ല. ഇനി നമുക്ക് തീ അങ്ങോട്ടും ഞാൻ ഓഫ് ചെയ്യാൻ പോവാം. കാര്യം എന്നാന്ന് വെച്ചാൽ അരപ്പ് ഓൾമോസ്റ്റ് എല്ലായിടും വശവും അങ്ങ് മുരിഞ്ഞു കഴിഞ്ഞ്. ഇനി നമ്മുടെ ചപ്പാത്തി ഇതിനകത്ത് ചുട്ടെടുക്കണം. അത് ഇച്ചിരി നെയ്യെ ചുടുവാന്നേൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. അതല്ല സാധാ ആണെങ്കിൽ അങ്ങനെ സാധാ എണ്ണ തൂത്ത് ചുടുവാന്നേൽ അങ്ങനെ, അതല്ല ഡ്രൈ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇതിനകത്ത് കുറച്ച് ഓയിലി ഉള്ളതാണല്ലേ, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കാൻ പോവാം. നമ്മൾ ശരിക്കും സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ചെന്ന് നിൽക്കുമ്പോഴത്തേര് ബോംബെ സ്ട്രീറ്റ്സിലൊക്കെ ഈ കട്ടി റോളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ നല്ലോണം എണ്ണ ഒഴിച്ച് അങ്ങ് മൊരിച്ചെടുത്തേച്ചാണ് അവർ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ അത്രയും വേണ്ട, ആ ചപ്പാത്തി ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ടുള്ള എണ്ണയൊക്കെ തേച്ചാൽ മതിയേ. ക്രിസ്പി ചപ്പാത്തി ഇഷ്ടമുള്ളവർക്ക് ക്രിസ്പി ആക്കി എടുക്കാം, അതെല്ലാം സോഫ്റ്റ് ആകുന്നതിൽ അങ്ങനെ. ഇപ്പോൾ ഒത്തിരി ഞാൻ മുരിക്കുന്നില്ല, ഒരു ലൈറ്റായിട്ടൊന്ന് മുരിച്ചെടുക്കുന്നേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയോ, ഒത്തിരി മുരിച്ചാൽ നമുക്കിങ്ങനെ കടിച്ചെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും, കുറച്ച് ഹാർഡായി പോകും. സോഫ്റ്റ് ആണെങ്കിൽ നല്ലതല്ലേ. ചപ്പാത്തി മൊരിയട്ടെ, ആ സമയം ഞാൻ പറഞ്ഞുതരാം ഇത് എങ്ങനെയാണ് അത് റോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഒന്നെങ്കിൽ നമ്മൾ ഇതിനകത്ത് പുതിന ചട്നി തേക്കുക. ഈ കംപ്ലീറ്റ് ചപ്പാത്തിയിൽ പുതിന ചട്നി ചേച്ച് നമുക്ക് ലെയർ ചെയ്യാം. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഇതെല്ലാം നമ്മൾ ആക്കിയതിന് ശേഷം ചമ്മന്തിയിൽ മുക്കി കഴിച്ചേച്ചാൽ മതി. അതുകൊണ്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യുന്നത്, ഇപ്പോൾ പുതിന ചമ്മന്തി തേക്കുന്നില്ല, കാര്യം വെച്ചാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഫസ്റ്റ് ഞാനിത് ചുമ്മാ ഒന്നുമില്ല, ഇനി ഈ പനീറും ഈ സാലഡും ഉണ്ടാക്കി വെച്ചേക്കുന്നതും കൂടെ ഒന്ന് ലെയർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് പനീർ വെക്കാൻ പോവാം.
ഇതിനകത്തോട്ട് നമ്മൾ ഈ കുഴച്ച് വെച്ചേക്കുന്ന സലാഡും കൂടി ഇടുക. അന്നേച്ച് ഇതൊന്ന് റോൾ ചെയ്യണം. റോൾ ചെയ്യുന്ന ഫസ്റ്റ് നമ്മൾ താഴ്ഭാഗം ഒന്ന് മടക്കുക, നെക്സ്റ്റ് 2 സൈഡ്. ഇങ്ങനെ നമ്മുടെ റോളാക്കിയതിന് ശേഷം ഫോയിൽ പേപ്പർ അല്ലെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഏതാന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് ഏതാന്ന് വെച്ചാൽ അതിനകത്ത് റാപ്പ് ചെയ്തെടുക്കണം. ഇതിനി റാപ്പ് ചെയ്തെടുത്ത് എല്ലാം ചെയ്ത് വരുമ്പോൾ ഒരു മിനിമം 10 മിനിറ്റ് എങ്കിലും വേണ്ടേ. എല്ലാവരും നമ്മുടെ എന്നാ പറയുക, നമ്മുടെ കാട്ടി റോൾ ഇവിടെ റെഡിയാണ്. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റ്.